വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് വന്ദേ ഭാരത് ട്രെയിൻ സർവീസ്. കേരളത്തിന്റെ മൂന്നാം വന്ദേ ഭാരത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതുൾപ്പെടെ 4 വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് ആണ് വാരണാസിയിൽ പ്രധാനമന്ത്രി നിർവഹിച്ചത്. एक्सप्रेस ट्रेन सेवाओं का एक साथ शुभारंभ किया गया है। आइए जोरदार तालियों के माध्यम से इन सौभाग्यशाली क्षणों का स्वागत अभिनंदन करें। भारत माता की, भारत माता की, भारत माता की। आज भारत के रेल इतिहास में एक और स्वर्णिम अध्याय जुड़ गया है। जोरदार तालियों से इन ऐतिहासिक क्षणों का अभिनंदन करें। एर्नाकुलम, बेंगलुरु, फिरोजपुर से दिल्ली और लखनऊ से सहारन वंदे भारत एक्सप्रेस ट्रेन सेवाओं का एक साथ शुभारंभ किया गया है। आइए जोरदार तालियों के माध्यम से इन सौभाग्यशाली क्षणों का स्वागत अभिनंदन करें। भारत माता की, भारत माता की, भारत माता की। आज भारत के रेल इतिहास में രാജ്യത്താകെ 160 വന്ദേ ഭാരത് സർവീസ് നടത്തുന്നതായും അടിസ്ഥാന സൗകര്യ വികസനം, വികസിത സമ്പദ് വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതായും മോദി പറഞ്ഞു. നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. കൊച്ചിയിലല്ല ശരിക്കും നവമി ഉള്ളത്. നവമി പുതിയ വന്ദേ ഭാരത് ട്രെയിനിൽ ആ ഒരു സർവീസിൽ ആദ്യ ട്രിപ്പിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നവമി, നമുക്കറിയാം ബംഗളൂരുവിലൊക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ളൊരു വാർത്തയാണ്. അവരുടെ യാത്രാ സൗകര്യം അത് കൂടുതൽ സുഗമമാവുകയാണ്. എങ്ങനെയുണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് വന്ദേ ഭാരതിൽ കയറിയിട്ട്? ഭവ്യ, എന്തായാലും വളരെ സന്തോഷം തന്നെയാണ്. സന്തോഷം നിറഞ്ഞൊരു അന്തരീക്ഷം തന്നെയാണ്. കാരണം ബംഗളൂരുവിൽ നിന്നും എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്കുമുള്ള ഈ വന്ദേ ഭാരത് ട്രെയിൻ, അത് പ്രത്യേകിച്ച് ബംഗളൂരു മലയാളികളെ സംബന്ധിച്ച് ഇരട്ടി സന്തോഷത്തിന്റെ സമയം കൂടിയാണ്. ഇന്നിപ്പോൾ ട്രെയിനുള്ളത് ക്ഷണിക്കപ്പെട്ട അതിഥികളാണ്. സുരേഷ് ഗോപി MP ഉണ്ട്. അദ്ദേഹം എറണാകുളത്ത് നിന്നും കയറി തൃശ്ശൂരായിരിക്കും ഇറങ്ങുന്നത്. ആദ്യ സർവീസിലാണ് നവമി ഉള്ളത്. ഞാൻ നവമിയിലേക്ക് വരാം. ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സംസാരിക്കും. അല്ലാതെ വേറെ ഒരു രീതിയിലും കിട്ടുന്നില്ല. താഴെ തലത്തിൽ മുതൽ, അത് നമുക്കറിയാമല്ലോ, നരേന്ദ്രമോദിജി വന്നതിന് ശേഷം ഏറ്റവും താഴെ തലത്തിലുള്ള ജോലി വരെയും ടെസ്റ്റ് എഴുതിയിട്ടാണ് കിട്ടുന്നത്. ആർക്കും ഏത് റെയിൽവേയിലും ഇന്ത്യയിലുള്ളവർക്ക് അല്ലല്ല, എവിടെയും ആർക്കും അപേക്ഷിക്കാം. കേരളത്തിൽ നിന്നുള്ളവരെല്ലാം നോർത്ത് ഈസ്റ്റ് ഞാൻ കാണാറുണ്ട്. അവിടെ അപേക്ഷിച്ചിട്ട് അവരെ കിട്ടുന്നതാണ്. അതുപോലെ വെസ്റ്റേൺ റെയിൽവേയിൽ അവർ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അപേക്ഷിക്കാവുന്ന ഒരു സ്ഥാപനമാണ് റെയിൽവേ. അപ്പൊ അതുകൊണ്ട് ഇനി കൂടുതൽ ഞാൻ മീഡിയയോട് ആവശ്യപ്പെടുന്നത്, കിട്ടിയ ഈ വന്ദേ ഭാരതിന്റെ കാര്യത്തിൽ ചിന്താക്കുഴപ്പം ഉണ്ടാകാതെ കൂടുതൽ, നിങ്ങൾ ഇപ്പോൾ ശ്രമിച്ചതുപോലെ കൂടുതൽ ട്രെയിനിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം, ഒത്തൊരുമിച്ച് ശ്രമിക്കാം. ഞാനും കൂടെ ഉണ്ടാവും. ഈ ട്രെയിനിന്റെ സമയക്രമമായിട്ട് ബന്ധപ്പെട്ട് യാത്രാ സംഘടനകൾ, പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ നിന്നുള്ള മലയാളികൾ കുറച്ച് ആശങ്ക പറയുന്നുണ്ട്. അതായത് സമയം കുറച്ചുകൂടി പരിഷ്കരിച്ചാൽ അവിടെ നിന്ന് ഈ ആഴ്ച അവസാനം അല്ലെങ്കിൽ ദിനംപ്രതി യാത്ര ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ സൗകര്യപ്രദമാണെന്ന് പറയുന്നു. അത് ഭാവിയിൽ പരിശോധിക്കപ്പെടും. അല്ല, നമ്മുടെ ഈ വന്ദേ ഭാരതിന്റെ തന്നെ സ്ലീപ്പർ വരുന്നുണ്ടല്ലോ, അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെടും. അവർക്ക് ഓവർനൈറ്റ് യാനിയുണ്ട്. അതിപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ ആവശ്യപ്പെടും. ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്, മീഡിയ ടേക്കപ്പ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്കറിയത്തില്ല, വന്ദേ ഭാരത് വന്നപ്പോൾ തന്നെ കേരളത്തിലേക്ക് വന്നു, നമ്മൾ പ്രതീക്ഷിക്കാതെ. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യപ്പെടാം. അതുപോലെ തന്നെ ഈ യാത്രക്കാരുടെ ആവശ്യങ്ങൾ എന്താണത്, ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് കൊടുക്കാവില്ല, റെയിൽവേക്ക് കൊടുക്കാവില്ല. ഈ വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ ട്രെയിൻ വരുമ്പോഴും ആദ്യഘട്ടത്തിൽ കേരളത്തിന് അനുവദിക്കപ്പെടും. അല്ല, ഞാൻ പറഞ്ഞത് നമുക്ക് കിട്ടിയില്ല ആദ്യം തന്നെ. അതിനുവേണ്ടിയാണ് മീഡിയ അല്ലേ അതിന്റെ അകത്തൊരായുധം. മീഡിയയ്ക്ക് ഇത് ഉയർത്താവില്ല, ആവശ്യം ഉയർത്താവില്ല. ഇതുപോലെ തന്നെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കണമെന്നാണ്. ഈ മുനമ്പത്തിന്റെ കാര്യത്തിലെ വഖഫ് ബോർഡ് ഇപ്പോൾ സുപ്രീം കോടതി പോകുന്നതിനെ പറ്റി എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. സുപ്രീം കോടതി പോകാൻ എല്ലാവർക്കും അവകാശമില്ല. പക്ഷേ ഹൈക്കോടതി. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ നമുക്കിപ്പം വീണ്ടും നവമി ചേരുകയാണ്. നവമി, ഫസ്റ്റ് ട്രിപ്പിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കൊപ്പം നവമി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് യാത്രക്കാരുടെയൊക്കെ അതിഥികളുടെയൊക്കെ ഒരു പ്രതികരണം? ഇതിപ്പോ ഈ ഫസ്റ്റ് സർവീസ് തൃശ്ശൂർ വരെയാണോ? എങ്ങനെയാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്? ആര്യ, എന്തായാലും ഫസ്റ്റ് സർവീസ് ബംഗളൂരു വരെയുണ്ട്. പക്ഷേ
നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ വലിയ സന്തോഷത്തോടു കൂടി സെൽഫി എടുക്കാണ്. ഒന്നും കൂടി ഇത് തന്നെയാണ് ഈ വന്ദേ ഭാരതിൽ ഇന്നത്തെ ദിവസം കയറിയാൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകത സരസ്വതി വിദ്യാലയത്തിൽ അല്ലെ ടീച്ചർമാരാണ്. അതെ, ഞാൻ സരസ്വതി വിദ്യാനികേതനിൽ നിന്നാണ്. എൻ്റെ കൂടെ വേറെ ടീച്ചറുണ്ട്, സിനി മിസ്. 20 കുട്ടികളും കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആദ്യമായി ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ദാറ്റ് ദേ ഹാവ് ഗിവൺ ഓപ്പർച്യൂണിറ്റി ഫോർ us to be here a part of this auspicious event. We are very thankful to all the authorities. It's a wonderful experience, you know, and I am proud to say that this train is made in our Bharat. That is a part of Make in India, and also Atmanirbhar Bharat. From 2020 onwards, we are giving importance to self-reliance after COVID. So, very proud, ma'am, actually. All of our students. Yeah, first time in Vande Bharat. I just wanted to go plan. We are planning to go to Trivandrum in Vande Bharat, but we got opportunity from Prime Minister's office. He has called us, and we are very happy for that. We are grateful for that. ഇരട്ടി മധുരമാണ് എല്ലാവർക്കും. എൻ്റെ കൂടെ ദേവികയുണ്ട്. ദേവിക സ്കൂൾ സെൽഫി എടുക്കാൻ നേരത്തൊക്കെ ഹെഡ് ബോയ് ഭയങ്കര ഷൈ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. എങ്ങനെയുണ്ട് മോളെ ഫസ്റ്റ് എക്സ്പീരിയൻസ്? അടിപൊളിയാണ് എക്സ്പീരിയൻസ്. നല്ല ഫസ്റ്റ് മോം എൻട്രി ആയിരുന്നു. ഒരുപാട് സോങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. മറ്റ് ട്രെയിനുകളിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് AC-യിൽ സൗകര്യപ്രദമായി അല്ലെ, തിരക്കുകളൊന്നും. അതെ, ഇന്നത്തെ ദിവസം വെച്ചിട്ട് തിരക്കുണ്ട്, പക്ഷെ അത് കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആയിട്ട് കൺവീനിയന്റ് ആയിട്ട് ട്രാവൽ ചെയ്യാം. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇനിയും വന്ദേ ഭാരതിൽ ഉറപ്പായിട്ടും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ആയിട്ടാണ് കയറുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, വന്നപ്പോൾ തൊട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഗവർണറിനെ കാണാൻ പറ്റി, അങ്ങനെ കുറെ സാറിനെ കാണാൻ പറ്റി, MP സുരേഷ് സാറിനെ കാണാൻ പറ്റി. അങ്ങനെ നല്ലൊരു കുറെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് സാധാരണ ട്രെയിൻ നമുക്ക് ട്രാവൽ ചെയ്യുന്നതിനേക്കാളും കൂടെ കംഫർട്ടായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ കുലുക്കോ ആ സൗണ്ട് നോയ്സ് കുറവായിട്ടുണ്ട്. അപ്പൊ ഒരു നല്ലോണം ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനെന്തായാലും ഇവരൊക്കെ നമ്മുടെ ഭാവികളാണ്. ഇവരൊക്കെ ഇനി ഒരുപാട് വന്ദേ ഭാരതുകളിൽ കയറാനുള്ളതും കൂടിയാണ് അല്ലെ, ബാംഗ്ലൂരിലേക്കൊക്കെ അല്ലെ. ഇനി സ്ഥിരമായിട്ട് വന്ദേ ഭാരതിൽ പോവാല്ലോ. ഓഫ് കോഴ്സ് പോവും. സന്തോഷായി നല്ലതാണ് എല്ലാരും പറയുന്നത്. ഭയങ്കര സന്തോഷം, അഭിമാനം. അതെ, അതെ. ആത്മനിർഭര ഭാരതത്തിന്റെ തുടക്കമായിട്ട് തന്നെ കണക്കാക്കാം. കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ്. അവർ പറയുന്ന ഓരോ വാക്കും അത്രയേറെ പ്രധാനപ്പെട്ടതും കൂടി തന്നെയാണ്. ഇങ്ങനെ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വലിയ സന്തോഷം ഉള്ള കാര്യം തന്നെയാണ്. നമുക്ക് വേറെയും കുറച്ച് കുട്ടികളുണ്ട്, നമുക്ക് അവരിലേക്കും പോവാം. മറ്റാളുകളൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കുട്ടികളുടെ പ്രതികരണം എടുക്കാൻ. അവരുമൊക്കെ സംസാരിക്കട്ടെ. അപ്പം നിങ്ങളെ ഏത് സ്കൂളിലാണ്? അമൃത വിദ്യാലയം. എത്ര പേരുണ്ട്? ഞങ്ങൾ 20 പേരുണ്ട്. 20 പേരാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അടിപൊളി. ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. അത് മാത്രല്ല, വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ലൈക്ക് അടിപൊളിയായിരിക്കും. അത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഭയങ്കര അടിപൊളിയായിട്ടാണ് ഞങ്ങൾ കണ്ടത്. സാധാരണ ട്രെയിനിൽ കയറിയിട്ട് ഒരു ഭയങ്കര ഡിഫറൻസ്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ലൈക്ക് വേറെ ട്രെയിൻസിലൊക്കെ ഭയങ്കര തിങ്ങി കൂട്ടിയിട്ടായിരിക്കും, പക്ഷെ ഇവിടെ നല്ല അടിപൊളിയായി. ഭയങ്കര നല്ല സർവീസാണ്, ഭയങ്കര അടിപൊളിയാണ്. ഇനി എന്തായാലും വന്ദേ ഭാരതില് വളരെ എപ്പോഴും കയറും. എന്തായാലും കുട്ടികൾ ഇനി വന്ദേ ഭാരതിൽ കയറുമെന്നാണ് പറയുന്നത്. ഹായ്, എങ്ങനെയുണ്ട് വന്ദേ ഭാരതിൽ യാത്ര? നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക്. നിങ്ങളുടെ തൃശ്ശൂരാണോ ഇറങ്ങുന്നത്? ടീച്ചറാണ്. അതെ. എങ്ങനെയുണ്ട് കുട്ടികളെ കൊണ്ട്? നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ആദ്യമായിട്ടാണ് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ, അതും ഫസ്റ്റ് ഒരു ഇനോഗ്രൽ സെറമണിയുടെ ഭാഗമായിട്ട് വരാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. കുട്ടികളും വളരെ എക്സൈറ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മളും നല്ല എക്സൈറ്റഡ് ആയിട്ടാണ്. എന്തായാലും ഹാപ്പി ആയിട്ട്. ആര്യ, ഈ വന്ദേ ഭാരതിൽ ഉള്ള ഒരു കംഫർട്ടബിൾ തന്നെയാണ് എല്ലാവരും പറയുന്നത്. മറ്റ് ട്രെയിനുകളെ അപേക്ഷിച്ച് നമുക്ക് വളരെ സൗകര്യപ്രദമായി പോയി വരാമെന്നതാണ് വന്ദേ ഭാരതിന്റെ പ്രത്യേകത. ഒപ്പം സമയം വളരെയേറെ കുറവാണ്. 8 മണിക്കൂർ 80 മിനിറ്റ് കൊണ്ട് നമുക്ക് ബംഗളൂരുവിലേക്ക് സുഖമായി യാത്ര ചെയ്യാൻ പറ്റും. നല്ല ആഹാരം കിട്ടും, സുരക്ഷിതത്വമുണ്ട്. അങ്ങനെ വന്ദേ ഭാരതുകൾ ഇനിയും നമ്മുടെ കേരളത്തിൽ ഉണ്ടാകട്ടെ. കേരളത്തിന് അഭിമാനമായി, ഇന്ത്യക്ക് തന്നെ അഭിമാനമായി ഒരുപാട് വന്ദേ ഭാരത് ഉണ്ടാകട്ടെ. ദീർഘദൂര
സർവീസുകളൊക്കെ ഇനിയും ഉണ്ടാകട്ടെ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അല്ലെങ്കിൽ അഭിമാനം കൊള്ളുന്നത് ബംഗളൂരു മലയാളികളാണ്. അവരെ സംബന്ധിച്ച് കേരളത്തിലേക്ക് എത്തുക, പ്രത്യേകിച്ച് ഒരു അവധി ദിവസങ്ങൾ, ഓണത്തിനോ ക്രിസ്മസിനോ ദീപാവലിക്കൊക്കെ നാട്ടിലേക്ക് വരണമെന്ന് വിചാരിക്കുമ്പോൾ ട്രെയിനിലെ ടിക്കറ്റ് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. വളരെ കുറച്ച് ട്രെയിനുകളെ ഉള്ളൂ, 1-2 ട്രെയിനേ ഉള്ളൂ ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക്. അതും സമയത്തുണ്ടാവണമെന്നില്ല. അങ്ങനെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവർ സ്വാഭാവികമായും ആശ്രയിക്കുന്നത് ബസ്സാണ്, ദീർഘദൂര ബസ്സുകളെയാണ്. ആ ബസ് ഈ ആഘോഷ ദിവസങ്ങളിൽ നിരക്ക് കുത്തനെ വർദ്ധിപ്പിക്കും. പലപ്പോഴും ഓണത്തിനൊന്നും നാട്ടിൽ കൂടാൻ പറ്റാത്തവരുടെ വിഷമവും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ അതൊക്കെ ഒഴിവാക്കി ഇനി സൗകര്യപ്രദമായി നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് വന്ദേ ഭാരതിൽ സ്വന്തം നാട്ടിലേക്ക് വരാമെന്നുള്ളത് ബംഗളൂരു മലയാളികളെ സംബന്ധിച്ച് അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കൂടി നിമിഷമാണ്. AC കോച്ചുകളിൽ 1500 നിരക്ക് വരുന്നത്. ഇപ്പോൾ തന്നെ ടിക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നാളെ മുതൽ തന്നെ ഈ സർവീസ് ആരംഭിക്കുകയും ചെയ്യും. എറണാകുളത്ത് ഉച്ചയ്ക്ക് 2:20 ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. ബംഗളൂരിലേക്ക് എത്തുമ്പോൾ രാത്രി 11 മണിയാകും. പുലർച്ചെ 5:10 ബംഗളൂരിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ ഇവിടേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ വലിയ സൗകര്യം. കേരളത്തിൽ മാത്രം 3 ഇടങ്ങളിൽ മാത്രമാണ് സ്റ്റോപ്പുള്ളത്. എറണാകുളത്ത് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരും പാലക്കാടും മാത്രമേ ഈ ട്രെയിൻ നിർത്തുകയുള്ളൂ. എങ്കിൽ പോലും കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും വളരെ സൗകര്യത്തോടുകൂടി വന്നു പോകാൻ പറ്റുന്ന ഒരു വന്ദേ ഭാരത് വലിയൊരു സൗകര്യം, ഒരു ട്രെയിൻ സംവിധാനം തന്നെയാണ് വന്ദേ ഭാരത്. അതിന്റെ സന്തോഷവും അഭിമാനവും എല്ലാ മലയാളികൾക്കുമുണ്ട്. നേരത്തെ സുരേഷ് ഗോപി MP പറഞ്ഞതുപോലെ തന്നെ ഇനിയും വന്ദേ ഭാരത് കേരളത്തിന് പ്രതീക്ഷിക്കാം. അതും മറ്റിടങ്ങളിലേക്കും, ബംഗളൂരു പോലെ തന്നെ മറ്റ് ഡൽഹിയിലേക്കോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്കും ഒക്കെ വന്ദേ ഭാരതുകൾ ഉണ്ടാകട്ടെ എന്ന് തന്നെ നമ്മളും ആശിക്കുന്നുണ്ട്. ആര്യ. തീർച്ചയായും നവമി ദിനേശാണ് നമ്മുടെ പുതിയ വന്ദേ ഭാരതിൽ നിന്ന് അവിടുത്തെ അതിനുള്ളിലെ വിശേഷങ്ങളൊക്കെയായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ബംഗളൂരു മലയാളികളെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള നിമിഷമാണ്. അതായത് അവരുടെ യാത്രാക്ലേശങ്ങൾക്കൊക്കെ ഒരു വലിയ പരിധിവരെ പരിഹാരമാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ ആഘോഷ ദിവസങ്ങളിലൊക്കെ എത്താൻ കഴിയാത്ത, ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്ത, കൃത്യമായ ബസ് സർവീസുകളിൽ ടിക്കറ്റ് കിട്ടാത്ത, കുത്തനെയുള്ള നിരക്ക് ഒക്കെ കൊടുത്തു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാകുന്നു. അതിനപ്പുറം ഈ ബംഗളൂരുവിലൊക്കെ ജോലി ചെയ്യുന്ന ടെക്കികളെയൊക്കെ സംബന്ധിച്ച് ഇടയ്ക്കിടെ ഒന്ന് വീട്ടിൽ വന്ന് പോകണമെന്ന് വിചാരിച്ചാൽ അത് നടക്കുമെന്നുള്ളതും വലിയ സന്തോഷം തന്നെയാണ് അവരെ സംബന്ധിച്ച്. എന്തായാലും അതിൻ്റെ ഫസ്റ്റ് സർവീസ് ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. ബംഗളൂരുവിലേക്ക് തന്നെ പോയിട്ടുണ്ട്. നാളെ മുതൽ പൂർണ്ണ തോതിലുള്ള യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള സർവീസ് ആരംഭിക്കുമെന്നാണ് ഏറ്റവും പുതുതായി നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ നവംബർ 11 എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നാളെ മുതൽ തന്നെ സർവീസ് ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നവമി സൂചിപ്പിച്ചത്.